ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പുതിയ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയൊക്കെ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കരുണയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കരുണയാണെങ്കിൽ അസുഖങ്ങളൊക്കെ മാറി ഈ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഈ ഒരു ചിന്താഗതിയൊക്കെ മാറി നമ്മുടെ കമലേശ്വരം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ദുർഗ ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. ദുർഗയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയോടും കരുണയോടായിട്ട് പറയുന്നുണ്ട്, മഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പോൾ കരുണയും ദുർഗയും ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ കരുണയും ഉണ്ണിയും ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അതെന്ന് വെച്ചാൽ മേഘനാഥനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിരുന്നു. മേഘനാഥൻ പറഞ്ഞ കാര്യമാണ് അവരെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വിളിച്ച് ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കണമെന്ന്. അതെന്തിനമ്മ ഇപ്പോൾ സദ്യയൊക്കെ കൊടുക്കുന്നത്? അമ്മയ്ക്ക് എന്താ ഇപ്പോൾ അവരോട് വലിയ സ്നേഹമായി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അതല്ലട ഉണ്ണി, അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവരെ നമുക്ക് കുടുക്കിലാക്കണം. ആ സാഗറിനെ എന്നേക്കുമായി മഞ്ജുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം. ആ സാഗറിൻ്റെ സ്വഭാവം ഞാൻ പണ്ട് മുതലേ അറിഞ്ഞു തുടങ്ങിയതാണ്. ആ മഹാലക്ഷ്മിയോട് അവൻ ആ തെറ്റ് ചെയ്തപ്പം മുതലേ. കാരണം എത്ര പണത്തിന് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആ സാഗർ. അല്ലെങ്കിൽ അവനോട് എനിക്ക് യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെങ്കിൽ മേഘനാഥനാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മകനായി പോയില്ലേ. എന്തായാലും മേഘനാഥൻ്റെ കൂടെയല്ലേ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. മഞ്ജുവിനെങ്കിലും രക്ഷിച്ച് ആ സാഗറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം എനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് ഞാൻ പറയുന്നതെന്നൊക്കെ ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്. അപ്പോൾ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അവർ നമ്മളെ വിളിച്ചാൽ വരുത്തൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അവരെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് അവർ വിചാരിച്ചാലെന്നൊക്കെ ദുർഗയോട് ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അമ്മേ അവൾ പറഞ്ഞതും ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പെട്ടെന്നൊരു സ്നേഹം കാണിച്ചാൽ അവർ നമ്മുടെ അടുത്ത് വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെയാണ് എല്ലാവരും കൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അവൾ ഞാൻ വിളിച്ചാൽ തീർച്ചയായിട്ടും വരും. കാരണം അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എൻ്റെ മോളല്ലേ, ഞാൻ പറയുന്നത് അവൾ എന്തായാലും തീർച്ചയായിട്ടും കേൾക്കും ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞിരുന്ന ഒരു കാര്യമാണല്ലോ മേഘനാഥനെ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന്, എന്നിട്ട് അവളത് ധിക്കരിച്ച് അവൾ ഉപേക്ഷിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുമ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ അവളോട് മാപ്പ് ചോദിച്ച് തിരികെ ഈ വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അവരിവിടെ താമസിക്കാൻ വേണ്ടി വരുന്നൊന്നും അല്ലല്ലോ, ഒരു ദിവസം ഒരു ആഹാരം കഴിച്ചിട്ട് പോകാൻ വേണ്ടി വരുന്നതല്ലേ. നമുക്ക് എന്തായാലും അതൊക്കെ ശരിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അവളെ എങ്ങനെയെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നൊക്കെ ദുർഗ വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജുവിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ദേഷ്യമൊക്കെ നമ്മുടെ കരുണയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനി വല്ലതും കരുണയുടെ സ്ഥാനം അവിടെ നിന്ന് മാറുമോ? ഇനിയിപ്പോൾ കുഞ്ഞൊന്നും നമ്മുടെ കരുണയുടെ വയറ്റിലില്ല. ഇനിയിപ്പോൾ അവിടുത്തെ സ്ഥാനം കൂടെ പോയാൽ പിന്നെ കരുണയ്ക്ക് അവിടെ ഒരു വേല പോലും ഉണ്ടാവില്ലെന്ന് കരുണയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം മഞ്ജുവും സാഗറും ഇവിടെ വന്നാൽ ഉണ്ണിയും കരുണയും പുറത്താവും എന്നൊക്കെ നമ്മുടെ കരുണയുടെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ദുർഗ വിളിച്ചു വരുത്തുന്നത് അതിനൊന്നും വേണ്ടിയിട്ടല്ലെന്ന് കരുണയ്ക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സാഗറാണെങ്കിൽ ആഹാരമൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകാൻ നേരത്ത് മഞ്ജുവിൻ്റെ ഫോണിലോട്ട് ഒരു മിസ് കോൾ കാണുന്നുണ്ട്. അത് ദുർഗയുടെ മിസ് കോളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സാഗർ ഫോണെടുത്ത് മഞ്ജുവിൻ്റെ അരികിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ദാ നിൻ്റെ അമ്മ വിളിച്ചേക്കുന്നു. പെട്ടെന്നാണെങ്കിൽ മഞ്ജു ഞെട്ടുന്നുണ്ട്. അമ്മയോ, അതും ഈ സമയത്ത്, എന്തിനാണാവോ ഇപ്പോൾ വിളിച്ചതെന്നൊക്കെയാണ് 100 കൂട്ടം ചിന്തകളാണ് സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും മനസ്സിലൂടെ കടന്നുപോയൊരു നിമിഷം തന്നെ. അപ്പോഴാണ് നമ്മുടെ സാഗർ പറയുന്നത്, എന്തായാലും നീ തിരിച്ചു വിളിക്കുക, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനാണെങ്കിലോ, അതും ഈ രാത്രിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാഗറിനോട് മഞ്ജു പറയുന്നുണ്ട്, അതൊന്നുമല്ല, വേറെ എന്തോ ആവശ്യത്തിനായിരിക്കും, എന്തായാലും ഒന്ന് തിരിച്ച് വിളിച്ചു നോക്കാം അല്ലേ സാഗരേട്ടാന്നൊക്കെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ സാഗർ അതേന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ദുർഗയെ തിരിച്ച് വിളിക്കുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ. അങ്ങനെ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ എന്തിനാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ വലിയൊരു നാടകം തന്നെ മഞ്ജുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇവളുണ്ടല്ലോ, എന്നോട് ക്ഷമിക്കണം എൻ്റെ മോള്, കാരണം എന്ന് വെച്ചാൽ അമ്മയോട് അതേ സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. കാരണം സാഗറിനെ ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം മഞ്ജു നിനക്കറിയാലോ മഹാലക്ഷ്മിയോട് സാഗർ ചെയ്ത കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് അമ്മ അവനെ ഇപ്പോഴും ഭയങ്കരമായിട്ട് വെറുക്കുന്നത് തന്നെ. പക്ഷെങ്കിൽ അമ്മയ്ക്ക് തെറ്റുപറ്റി, നിങ്ങൾ രണ്ടുപേരുമാണ് നല്ലതെന്ന് അമ്മയ്ക്കിപ്പോൾ നന്നായിട്ടറിയാം. മക്കൾ രണ്ടുപേരും കൂടെ നാളെ രാവിലെ തന്നെ ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വരണം, അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മുടെ ദുർഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ മഞ്ജു ആണെങ്കിൽ ഇത് വിശ്വസിക്കാനാവാതെ, ഇനിയിപ്പോൾ ഈ അമ്മ പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാക്കാനാവാതെ മഞ്ജുവും സാഗറുമാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വീട്ടിലോട്ടൊന്നും പോകാം, കാരണം അമ്മ ഇത്രയൊക്കെ
അതൊക്കെ നമ്മുടെ സങ്കടത്തോട് പറഞ്ഞ് വിളിച്ചതല്ലേ, ഇനി പോയില്ലെങ്കിൽ അമ്മയ്ക്ക് അത് മതി സങ്കടപ്പെടാൻ വേണ്ടിയിട്ട്, നിൻ്റെ അമ്മയല്ലേ, അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നമുക്ക് ഇപ്പോഴല്ലേ ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സാഗറാണെങ്കിൽ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടാ അവരുടെ അടുത്താണ് നമ്മൾ പോകുന്നത്, കുറച്ചെന്തായാലും സൂക്ഷിക്കണം, കാരണം എനിക്കെൻ്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ നന്നായിട്ട് അറിയാം, എൻ്റെ ഏട്ടന്മാരെയും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അതിനുശേഷം മഞ്ജു അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ കമലേശ്വരം വീട്ടിലെത്തുന്ന മഞ്ജുവും സാഗറൊക്കെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹത്തോടെയാണ് നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയൊക്കെ ക്ഷണിക്കുന്നത് തന്നെ, വന്നിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാഗറിനോട് എന്താ മോനെ സുഖം തന്നെയല്ലേ എന്നൊക്കെ നമ്മുടെ ദുർഗയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പം മഞ്ജു ആണെങ്കിൽ അതേ അമ്മേ സുഖം തന്നെയായിട്ടിരിക്കുന്നു, നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടനും ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗയോട് നമ്മുടെ ഇങ്ങനെ കരുണ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ ഇപ്പോൾ പറയുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കരുണ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അവരെല്ലാവരും കൂടെ ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണ്, എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അവരറിയാതെയാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്, ഇനിയിപ്പോൾ കണ്ണേട്ടന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ കരുണ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ സാഗറിനാണെങ്കിൽ ചെറിയൊരു സങ്കടമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ കരുണയുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണേട്ടൻ വന്നാൽ വലിയ പ്രശ്നമാവും അമ്മേ, എന്തായാലും ഞങ്ങൾ പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, മക്കൾ വന്നിരിക്കുക ആ ആഹാരം കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ ദുർഗയും കരുണയും അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അടുക്കളയിൽ പോയിട്ട് നമ്മുടെ കരുണ പറയുന്നുണ്ട്, എന്താ അമ്മ ഇപ്പോൾ ചെയ്യുക, നമ്മൾ എന്ത് പ്ലാനും ഒരു പ്ലാനും നമ്മൾ ഇട്ടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് അവർ പായസത്തിൻ്റെ ഇതിൽ വിഷം ചേർത്ത് കൊടുക്കാം എന്നുള്ളൊരു പദ്ധതി തന്നെ അവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വിഷം പോയി വാങ്ങിച്ചു കൊണ്ടുവരണം നിങ്ങൾ എന്നൊക്കെ നമ്മുടെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. ഉണ്ണി അതേ പ്രകാരം പോയിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ നമ്മുടെ കരുണയ്ക്ക് ആ പാകമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെ മുമ്പിൽ ആഹാരമൊക്കെ വിളമ്പുന്നുണ്ട്. വിളമ്പുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കണ്ണൻ അവിടെ എത്തുന്നത്. കണ്ണൻ എത്തുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കണ്ണൻ എത്തുന്നത്. കാരണം കണ്ണൻ്റെ അനുവാദമില്ലാതെയാണ് കമലേശ്വരം വീട്ടിലോട്ട് മഞ്ജുവും സാഗറും എത്തിയിരിക്കുന്ന ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടാ ക്ഷമിക്കണം, അമ്മ വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരേണ്ടി വരുന്നത്, അല്ലാതെ കണ്ണേട്ടനെ ധിക്കരിക്കണം എന്നൊന്നും എനിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഉണ്ണിയുടെയും കരുണയുടെ ഒക്കെ മുഖം മാറുന്നുണ്ട്, ഈ പദ്ധതിയും ഇയാൾ പൊളിച്ചല്ലോ, ഇയാൾ ആരാ ദൈവമോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ആഹാരത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നോട് ഇങ്ങനെയൊന്നും പറയേണ്ട, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് പൊക്കോ, പക്ഷേങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു, എനിക്കിഷ്ടമല്ല നിങ്ങളിവിടെ വരുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട അമ്മാതി നിർത്ത്, അവർ ആഹാരത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്, അത് ഓർമ്മ വേണം, എത്രയൊക്കെ ശത്രുക്കളാണെങ്കിലും ആഹാരത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ശരിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ റൂമിലോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ മഞ്ജുവും സാഗറും അവിടെ ഇരുന്നിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മഞ്ജുവിനും സാഗറും ആ ആഹാരം കഴിക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് തന്നെ മഞ്ജുവും സാഗറും ദുർഗയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതേ സമയമാണ് നമ്മുടെ മഞ്ജുവിൻ്റെ ഫോൺ അവിടെ വെച്ച് മറന്നു പോകുന്നത്. അങ്ങനെ മഞ്ജുവിൻ്റെ ഫോൺ അവിടെ വെച്ച് മറന്നു പോകുന്ന സമയത്ത് നമ്മുടെ മഞ്ജു ആണെങ്കിൽ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് സാഗറെ വിളിക്കുമ്പോൾ ആ കോള് പതിയെ നമ്മുടെ കരുണ അറിയാതെ കൈ തട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെ പറ്റി എല്ലാവരും പറയുന്നതൊക്കെ നമ്മുടെ ഫോണിലൂടെ സാഗർ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിൽ വിഷം ചേർത്തിരുന്നു, ഇനിയിപ്പോൾ അവരത് കുടിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന കാര്യം സാഗറും മഞ്ജുവും കേൾക്കുന്നുണ്ട്. അവരുടെ ആ ചതി നമ്മുടെ സാഗറും മഞ്ജുവും വീട്ടിലെത്തിയതിന് ശേഷം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് തന്നെ. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പോകുന്ന മഞ്ജു ആണെങ്കിൽ സാഗറിനോട് എന്ത് പറ്റി സാഗരേട്ട മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഞാൻ വീട്ടിലെത്തിയിട്ട് എല്ലാം പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ സാഗറാണെങ്കിൽ. അങ്ങനെ മഞ്ജുവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.